നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരി കസ്റ്റഡിയിൽ. ജീവനക്കാരി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതായി പോലീസ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചെയ്യുന്നുണ്ട്. പ്രദീപ്, അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. അതിൽ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് സ്വദേശിയായിട്ടുള്ള ജിത്തു എന്ന വിദ്യാർത്ഥി പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷ എഴുതുവാനായി എത്തുന്നത്. ആ സമയത്തിന്റെ ഹാൾ ടിക്കറ്റിലെ കൃത്രിമം കാട്ടിയെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണമാണ് ഒടുവിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിൽ എത്തിയിരിക്കുന്നത്. അക്ഷയ സെന്ററിൽ കഴിഞ്ഞ ദിവസം തന്നെ അവർക്ക് സംശയത്തിന്റെ ഒരു നിലയുണ്ട്. ഇന്ന് രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം പരശുവയ്ക്കലാണ് ഗ്രീഷ്മ എന്ന ഈ ഉദ്യോഗസ്ഥ, അതായത് അക്ഷയ സെന്ററിലെ ജീവനക്കാരി പരശുവയ്ക്കലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ അന്വേഷണവുമായി കസ്റ്റഡി എടുക്കാനുള്ള നീക്കമായി എത്തിയത്. എന്നാൽ പല ഭാഗങ്ങളിലും രാവിലെ 6 മണി തൊട്ട് ഒരു 7 മണി 8 മണി വരെ ഈ ഉദ്യോഗസ്ഥർ പലതരത്തിലും പല വീടുകളിലും വാടക വീടാൻ കൃത്യമായിട്ട് അവർ കണ്ടെത്താനായില്ല. ഒടുവിലാണ് ഒരു 9 മണിയോടെ ഈ വീട്ടിലെ ഈ അക്ഷയ സെന്ററിലെ ജീവനക്കാരി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തുന്നത്. അവിടെ നിന്നും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ശേഷം നെയ്യാറ്റിങ്കരയിലെ അക്ഷയ സെന്ററിൽ എത്തിക്കുകയായിരുന്നു. അവിടെ നിന്നുമാണ് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഓഫീസർക്ക് വലിയ തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നു. ചോദ്യം ചെയ്യൽ ഒടുവിലാണ് ഗ്രീഷ്മ കൃത്യമായിട്ടും താൻ കൃത്രിമം കാട്ടിയെന്നുള്ള ആ ഒരു വെളിപ്പെടുത്തിയത്. എന്തായാലും താൻ അപേക്ഷിക്കുവാൻ മറന്നുപോയതാണ്. അതിനു പകരമാണ് താൻ കൃത്രിമം കാട്ടിയതിലൂടെ ഇത്തരത്തിൽ വ്യാജമായി ഒരു ഹാൾ ടിക്കറ്റ് നൽകി എന്ന ഒരു കുറ്റസമ്മതമാണ് നിലവിൽ ഗ്രീഷ്മ സമ്മതിച്ചിട്ടുള്ളത്. ആതിര. ശരി പ്രദീപ്, പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരി കസ്റ്റഡിയിൽ. ജീവനക്കാരി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതായി പോലീസ്.